കൂട്ടുകാരെ, നമുക്കിന്ന് രുചികരമായ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വറുത്ത റവ ഒരു ഗ്ലാസ് എടുക്കുക. ഞാൻ ബ്രാഹ്മിൻസിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, എൻ്റെ കയ്യിൽ അതാണുള്ളത്, അതുകൊണ്ട് അതെടുത്തു. വറുത്ത റവ ഒരു ഗ്ലാസ്, അതിലേക്ക് അര ഗ്ലാസ് മൈദപ്പൊടി. ഒരു ഗ്ലാസ് റവയ്ക്ക് അര ഗ്ലാസ് മൈദ. അര ഗ്ലാസ് മൈദപ്പൊടി എടുത്തു. ഇതിലേക്ക് നമുക്കിനി ശർക്കര, മധുരം ചേർക്കുന്നതിനായിട്ട് ശർക്കര എടുക്കണം. 3 അച്ച് ശർക്കര എടുത്ത് ഒരു പാത്രത്തിലേക്ക് 3 അച്ച് ശർക്കര എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് ചൂടാക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ അത് ശർക്കര പാനിയാവും. അതിൽ നമുക്ക് തണുത്തതിന് ശേഷം അരിപ്പ വെച്ചിട്ട് അരിച്ച് ഈ മാവിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത്, ഒരു നുള്ളുപ്പ് ചേർത്ത് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളുപ്പും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മാവ് നല്ല തിക്കാവാൻ പാടില്ല. നല്ല തിക്കായ അതങ്ങനെ ഭയങ്കര കട്ടിയിലായിരിക്കും ഉണ്ണിയപ്പം കിട്ടുക. എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. അതിൻ്റെ പാകത്തിന് നമുക്കിങ്ങനെ ഒഴിക്കാവുന്ന, ചട്ടിയിലേക്ക് ഒഴിക്കാവുന്ന ഒരു പാകത്തിന് തയ്യാറാക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള മാവ് മുഴുവൻ ഒഴിച്ചു. അപ്പോഴാണ് എനിക്ക് കറക്റ്റായി വരുന്നത്. നിങ്ങളുടെ കയ്യിൽ മാവല്ല, ശർക്കരപ്പാനി. നിങ്ങളുടെ കയ്യിൽ ഇനി അത് തീരുവാണെങ്കിൽ കുറച്ച് നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് ലൂസാക്കിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 7-8 മണിക്കൂർ നേരം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 7-8 മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങ വറുക്കുന്നതിനായിട്ട് തേങ്ങ ചെറിയ കൊത്ത് കഷ്ണങ്ങളാക്കി അത് വറുത്ത് കോരിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടി ചേർക്കണം. അതിന് ഏലക്കയും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. അതും അതിൽ ചേർത്ത് ഈ മാവ് മിക്സിയിലിട്ടിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വരുമ്പോൾ, ചൂടാകുമ്പോൾ നമുക്ക് ഈ മാവ് ഒരു സ്പൂൺ വീതം ഈ കുഴിയപ്പൂർലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സിമ്മിലിടണം, തീ എപ്പോഴും സിമ്മിലിടണം, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. എന്നിട്ടത് മറിച്ചെടുത്ത് നമുക്ക് ഉണ്ണിയപ്പം എടുക്കാം. നല്ല രുചികരമായ ഉണ്ണിയപ്പം റെഡി.